ഹലോ. കഴിഞ്ഞ 4 ഭാഗങ്ങളായി നമ്മൾ അവതരിപ്പിച്ച ഇന്നത്തെ തൊഴിലും നാളത്തേതും അതിൻ്റെ 5-ാം ഭാഗമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ 6-ാം ഭാഗം, അതായത് എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, എന്തിന് പഠിക്കണം എന്നുള്ള ഭാഗം ചെയ്തു വെച്ചപ്പോൾ തന്നെ വേറെ ഒരു എന്നുവെച്ചാൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് ഇതൊന്ന് മാറ്റാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് പറയുന്ന അടുത്ത് വരാൻ പോകുന്ന 1, 2, 3 വർഷങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ, തൊഴിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഏതാണ്ട് 95 ദശലക്ഷം തൊഴിലുകൾ പുതിയതായിട്ടുണ്ടാകുകയും 85 ദശലക്ഷം തൊഴിലുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അത് 10 വർഷം കൊണ്ടാണ്. ഈ ഉടനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ തുടങ്ങിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പ്രതിപാദിക്കാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോർ സക്സസ് എന്ന് പറയുന്ന സീരീസ് നമ്മൾ കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനം റിപ്പോർട്ട് ഓവർ ദി കമ്മിങ് 3 years പറയുന്നത് നോക്കുക. 37% തൊഴിലുകളും കെയർ എക്കോണമിയിലായിരിക്കും. കെയർ എക്കോണമി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 17% തൊഴിലുകളും സെയിൽസ്, മാർക്കറ്റിംഗ്, അല്ല കണ്ടന്റ് എന്ന് പറയുന്ന മേഖല. 16% തൊഴിലുകൾ ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ടതും 12% തൊഴിലുകൾ എഞ്ചിനീയറിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതും 8% ജനങ്ങളുടെയും അവരുടെ സംസ്കാരവുമായിട്ട് വരുന്ന തൊഴിലുകൾ ബന്ധപ്പെട്ടതും. ഒരു 1.6 ഗ്രീൻ എക്കോണമിയും അതിനേക്കാൾ താഴെ പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് പുതിയ പഠനം കാണിക്കുന്നത്. ഇനി ഏതെല്ലാം സ്കില്ലുകളാണ് വേണ്ടത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ എല്ലാ പാർട്ടിൽ പറഞ്ഞതെല്ലാം ജനറൽ സ്കില്ലുകളാണ്. ഇതുകൂടാതെ ബിസിനസ് സ്കില്ല് വേണം. നേരത്തെ ഞാൻ പറഞ്ഞു, ആൻറ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരംഭകത്വ യോഗ്യത എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സമ്പദ്ഘടനയിൽ. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി, ഓരോ ഇൻഡസ്ട്രിക്കും ചില ഇപ്പോൾ ഡേറ്റ എൻട്രി വരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, അതിനൊക്കെ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി വരുന്ന സ്കില്ലുകൾ, ടെക്നിക്കൽ ബേസ് സ്കില്ലുകൾ, ടെക് ഡിസ്ട്രക്റ്റീവ് സ്കില്ലുകൾ, ഇങ്ങനെ തരംതിരിക്കും. അതിൻ്റെ ജനറൽ സ്കില്ല് എന്തൊക്കെയാണെന്ന് നോക്കുക. നോൺ ആസ് ക്രോസ് ഫങ്ഷണൽ സ്കിൽ, എല്ലാത്തിലും ബന്ധപ്പെട്ട സ്കിൽ. ടിപ്പിക്കലി നോൺ കോഗ്നിറ്റീവ് capabilities which are needed across all professions. അതെന്തൊക്കെയാണെന്ന് നോക്കി. ലീഡർഷിപ്പ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നെഗോഷിയേഷൻ, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്. ഇത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പ്രഖ്യാപിച്ചാണ്. ഇതൊക്കെ എല്ലാവരും എപ്പോഴും സ്കൂൾ ക്ലാസ്സിലും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിലും എല്ലാം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒന്നുകൂടെ ബിസിനസ് സ്കിൽ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക റിക്വയർഡ് ടു ഓപ്പറേറ്റ് ആൻഡ് സ്റ്റാർട്ട് ആൻ എൻ്റർപ്രൈസ് സച്ചസ് എന്തൊക്കെയാണ്? മാർക്കറ്റ്, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളായാലും സേവനങ്ങളായാലും അത് മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഒരു പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്തിട്ട് അതിനെ മാനേജ് ചെയ്ത് സക്സസ് ആക്കാനുള്ള കഴിവ്. അതിൻ്റെ ബഡ്ജറ്റിംഗ്. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഇത് നമ്മൾ പ്രത്യേകം അറിയേണ്ടതാണ്. എന്നാൽ ഇതിന് ഈ പറയുന്ന ബിസിനസ് സ്കില്ലാണ് ഇനി ഏറ്റവും കൂടുതലാണ്. സ്വയം കാര്യങ്ങൾ തുടങ്ങുക, അത് വിജയിപ്പിക്കുക. അല്ല, ഞങ്ങൾ പറയുന്ന പോലെ സ്വന്തം സ്കില്ലുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഓൺടർപ്രണറാകുക, സംരംഭകനാകുക, അത് സമൂഹത്തിന് കൊടുത്ത് ജീവിക്കുന്ന സിസ്റ്റം. സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി സ്കിൽ എന്ന് പറയുന്നത് സ്പെസിഫിക് ഫോർ ദി ഫീൽഡ് ഓഫ് പ്രൊഫഷൻ ഇൻ ക്വസ്റ്റ്യൻസ് സച്ച് ആസ് ഡോക്യുമെൻറ്റേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ്, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് കണ്ടന്റ്, റേഡിയേഷൻ ഓൺകോളജി. ഇൻ ദി കെയർ എക്കോണമി പ്രൊഫഷണൽ ക്ലസ്റ്ററിൽ വരുന്നതാണ്. ദി ക്ലസ്റ്റർ എക്സ്ക്ലൂഡ്സ് സ്കിൽസ് റിലേറ്റഡ് ടു ദി ഓപ്പറേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ്. ഇതിനകത്ത് ഓപ്പറേഷൻ, ഡിസൈൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി മാത്രമല്ല വരുന്നത്. റേഡിയേഷൻ ഓൺകോളജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി സ്കില്ല് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പ്രതിപാദിക്കാൻ പോവുകയാണ്. ടെക് ബേസ്ഡ് സ്കിൽ എന്ന് പറയുമ്പോൾ ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി എന്നാണ്. സച്ച് എബിലിറ്റി ടു യൂസ് മൈക്രോസോഫ്റ്റ് പ്രൊഡക്ടിവിറ്റി സൂട്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓരോ മൈക്രോസോഫ്റ്റിലൊക്കെ ഇഷ്ടം പോലെയുള്ള പ്രത്യേകം ബ്ലോക്കായിട്ട് ഒരുപാട് വെച്ചാൽ ഓരോന്നിനും പറ്റിയ രീതിയിലുള്ള ഓരോ ഫയലുകളുണ്ട്.
ഓരോ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ആണ് നമ്മൾ പറയുന്നത്. Alongside industry specific application of technology such as വെബ് ഡിസൈൻ അറിയുക, ഓൺലൈൻ മാർക്കറ്റിംഗ്. ഓൺലൈൻ മാർക്കറ്റിംഗ് പല രീതിയിലുണ്ട്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, അതിനെ ഉപയോഗിക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിസൈൻ സോഫ്റ്റ്വെയർ, ആസ് വെൽ ആസ് മെഡിക്കൽ ആൻഡ് ക്ലിനിക്കൽ സോഫ്റ്റ്വെയർ. ഇതൊക്കെ ഓരോ വ്യക്തിയുടെ അധിഷ്ഠമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, അപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ എൻ്റെ രീതിയിൽ എനിക്ക് അത് വെക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു ആപ്പ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അത് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ടെക്നിക്കൽ ബേസ് സ്കില്ല്. പിന്നെ ടെക് ഡിസ്ട്രക്റ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. അലോ ഇൻഡിവിജ്വൽസ് ടു യൂസ് ആൻഡ് ഡിസൈൻ ടെക്നോളജീസ് ദാറ്റ് ആർ സെറ്റ് ടു ഇമ്പാക്ട് ബിസിനസ് മോഡൽസ്, ലേബർ മാർക്കറ്റ് ഇൻ സിഗ്നിഫിക്കൻറ്റ് വേസ് ഓവർ ദി കമ്മിങ് ഇയേഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോരുത്തരും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു LIC ഏജൻസി ഒരു ക്ലാസ് എടുക്കുന്നു. അവിടെ ഓരോരുത്തർക്കും ഓരോ ആപ്പുമാണ്. അത് ഉപയോഗിക്കാനുള്ള സ്കില്ല്, പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണം. അപ്പോൾ അവിടെയുണ്ട് ഒരു സർവീസ് മേഖല, ഡാറ്റ സയൻസ്, നാച്ചുറൽ ലാംഗ്വേജസ്, പ്രോസസ്സിങ്, ഓട്ടോമേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, റോബോട്ടിക്സ് നിയന്ത്രിക്കുക, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ടെക് ഡിസ്ട്രക്റ്റീവ് സ്കിൽസ്. അത് ഉണ്ടാക്കാനുള്ള കഴിവ് ടെക്നിക്കലാണ്. ഡിസ്ട്രക്റ്റീവ് സ്കിൽ അതിനെയൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവ്. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ഇനി നമ്മൾ ഓരോന്നും എടുക്കുക. എന്തൊക്കെയാണ് കെയർ എക്കോണമി എന്ന് പറയുന്നത്? മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്, ഫിസിക്കൽ തെറപ്പിസ്റ്റ്, റേഡിയേഷൻ തെറപ്പിസ്റ്റ്, അത്ലറ്റിക് ട്രെയിനേഴ്സ്. ഇതേ കണ്ടോ, ഡോക്ടറേക്കായി കൂടുതൽ വേണ്ട മേഖലകളാണ് ഇത്. നമുക്ക് ഈ കളറിൽ വരുന്ന എല്ലാം തന്നെ അത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് വരാൻ പോകുന്നത്. ഇതെല്ലാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഇതാണ് എക്സസൈസ് ഫിസിയോളജിസ്റ്റ്. ബാക്കി എല്ലാം ഈ കെയർ ഇൻഡസ്ട്രി വരുന്ന മുഴുവൻ സാധനം കെയർ എക്കോണമി. ഇത് നമ്മൾ കെയർ കൊടുക്കുക. ബിഹേവിയറൽ എക്കോണമിയുടെ ഒരു ഭാഗമാണ് കെയർ എക്കോണമി എന്ന് പറയുന്ന സാധനം. ആൾക്കാരെ നമ്മൾ സഹായിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ പേഴ്സണൽ കെയർ എയ്ഡ്സ്, റെസ്പിറേറ്ററി തെറപ്പിസ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു BSc നേഴ്സിംഗ് പാസ്സായ ഒരു കുട്ടിയോട് പറഞ്ഞ പോലെ 7,000 10,000 രൂപ കൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. ഈ കുട്ടിക്ക് ഇപ്പോൾ 50,000 രൂപ മാസം കിട്ടുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയർ എക്കോണമിയാണ്. 10 വയസ്സായ 10 പേരെ എന്നെ നോക്കാനുള്ള ആ പറയുന്ന കംപ്ലീറ്റ് കോൺട്രാക്ട് ഏറ്റെടുത്തിട്ട് അവിടെ വേറെ ആൾക്കാരെ വെച്ച് അവർക്ക് 15,000 കൊടുക്കുമ്പോൾ മൊത്തം 20,000 കിട്ടുമ്പോൾ 5,000 കുട്ടിക്ക് കിട്ടുന്നുണ്ട്. 10 വീടാണ്. 10 വീട്ടിൽ എന്നും BSc നേഴ്സാണ് ചെല്ലുന്നത്. അപ്പം വീട്ടുകാർക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമാണത്. അത് ഡോക്ടർക്ക് ഏറ്റെടുക്കാം. ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് മുഴുവൻ മാസത്തിൽ ഒരിക്കൽ ഒന്ന് ചെല്ലുന്ന രീതിയിൽ ഒരു വീട്ടിൽ നിന്ന് 10 രൂപ വെച്ചു അല്ല 100 രൂപ വെച്ച് ഒരു മാസം അടയ്ക്കാൻ പറയുക. അപ്പോൾ അത്യാവശ്യം വേറെ വേണമെങ്കിൽ അഡീഷണൽ പൈസ വാങ്ങിക്കുക. ഇതിന് പഞ്ചായത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഇതൊക്കെ കെയർ എക്കോണമിയാണ്. പിന്നെ റെസ്പിറേറ്ററി തെറപ്പിസ്റ്റ്, മെഡിക്കൽ അസിസ്റ്റൻസ്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, എറോബിക് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ ഓക്കുപേഷണൽ ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കെയർ എക്കോണമി. ഇതെല്ലാം നമ്മൾ സർവീസ് ചെയ്താണ് പൈസ വാങ്ങി, പ്രൊഡക്റ്റ് അല്ല, സർവീസുകളാണ്. ഇതാണ് ഈ എക്സസൈസ് ഫിസിയോളജിസ്റ്റ് ഇതിലുള്ള സ്മാൾ സ്കെയിൽ വരാൻ പോകുന്നത്. ബാക്കിയെല്ലാം ലാർജ് സ്കെയിലാണ്. തൊഴിൽ സാധ്യത കൂടുതലുള്ള കാര്യമാണ്. ഇനി ഇതിനെന്തൊക്കെയാണ് വേണ്ട സ്കില്ലുകൾ? ഈ സ്കില്ലുകളിനകത്ത് ഈ പറയുന്ന ബിസിനസ് സ്കില്ലുകളാണ് ഇതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ബിസിനസ് സ്കില്ലാണ് ഇതെല്ലാം. സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി സ്കില്ലിനേക്കാൾ കൂടി ബിസിനസ് സ്കില്ലാണ്. റെസ്പിറേറ്ററി തെറപ്പി, കെയർ ഗിവിങ്, സ്റ്റെറിലൈസ് പ്രൊസീജിയർ ടെക്നീഷ്യൻസ്, അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചാൽ അത് ആരോഗ്യത്തിൻ്റെ കാര്യം. ട്രാൻസ്ക്രിപ്ഷൻസ്, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ഡിസിമെട്രി, vital science and measurement, simulations, advanced cardiac life support, അതുപോലെ റേഡിയോളജി തെറാപ്പി. ഇങ്ങനെയുള്ള സ്കില്ലുകളാണ്. ഇതൊക്കെ സ്പെഷ്യൽ സ്കില്ലാണ്. മറ്റേ ജനറൽ സ്കില്ലിനകത്ത് ഇതൊന്നും വരുന്നില്ല. ഈ കെയർ എക്കോണമിയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി. ഇത് സ്വന്തമായി ചെയ്യാവുന്ന സാധനമാണ്. ഞാൻ ആ BSc നേഴ്സിംഗ് കുട്ടിയുടെ കഥ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് കെയർ എക്കോണമിയുടെ പ്രത്യേകത. അടുത്ത നമുക്ക് വേണ്ട സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് കണ്ടന്റ്. സെയിൽസ് മാർക്കറ്റിംഗ് ഈ പറയുന്ന കളറിലുള്ള എല്ലാം സ്മാൾ സ്കെയിലായിട്ടും ഇതെല്ലാം ലാർജ് സ്കെയിലുമാണ്. കസ്റ്റമർ സക്സസ് സ്പെഷ്യലിസ്റ്റ് മാറ്റിക്കുന്നുണ്ടോ? കസ്റ്റമർ സക്സസ് സ്പെഷ്യലിസ്റ്റ്. കസ്റ്റമർ വിളിച്ചാൽ അയാൾക്കത്
അതാണ് കറക്റ്റ് അയാളെ സാറ്റിസ്ഫൈ ചെയ്ത് ആ കസ്റ്റമർ സാധനം എടുക്കാൻ പ്രേരിപ്പിക്കുക, അതെടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ, ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് വേണം. അത് സെയിൽസിനകത്ത് വരും. സോഷ്യൽ മീഡിയ അസിസ്റ്റന്റ്, ഗ്രോത്ത്, ഇതൊക്കെ സ്മാളാണ്. സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, ഗ്രോത്ത് മാനേജർ, ഇവിടെ സെയിൽസ് ഡെവലപ്മെന്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, അത് നമുക്ക് ലാർജ് സ്കെയിലായിട്ട് വരും. വലിയ വ്യവസായശാലകൾക്കും എല്ലാ പിന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഇത് ചിലപ്പോൾ വേണ്ടി വരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, കൊമേഴ്സ്യൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന അത് വീണ്ടും സ്മാളാണ്. പിന്നെ ലാർജ് സ്കെയിൽ വരുന്ന കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്. ഇനി നമുക്ക് ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ്, ഇതാണ് ഇനിയുണ്ട് ഇവിടെ. പിന്നെ എന്റർപ്രൈസ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം സെയിൽസും മാർക്കറ്റിംഗ് എന്നുവെച്ചാൽ 17% തൊഴിലുകൾ ഇതിനെ, 37 എന്ന് പറയുന്നത് കെയർ എക്കോണമിയാണ്. ഇനി എന്തൊക്കെയാണ് സ്കില്ല് വേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റ് സ്കില്ല് വേണം, സോഷ്യൽ മീഡിയ സ്കിൽ. സോഷ്യൽ മീഡിയ സ്കിൽ എന്നവിടെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് സ്കില്ലാണ്. പിന്നെ ബിസിനസ് മാനേജ്മെന്റ്, ഡിജിറ്റൽ, ഈ കളർ അനുസരിച്ച് ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വിഭാഗത്തിൽ ഈ സ്കില്ല് വരും എന്നുള്ളതാണ്. അഡ്വർടൈസിങ് സ്കില്ല് എന്ന് പറയുമ്പോൾ ഇത് ടെക് ബാലൻസ്, ടെക് ബേസ് ലൈൻ സ്കില്ല്. പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, വീഡിയോ എന്ന് പറയുമ്പോൾ അവിടെ സ്പെഷ്യലൈസ്ഡ് സ്കില്ലാണ്. ഗ്രാഫിക് ഡിസൈൻ, അത് പൊതുവേ വരുന്നതാണ്. ലീഡർഷിപ്പ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്. ഇത് സെയിൽസ് മാർക്കറ്റിംഗ് കണ്ടന്റ്. അടുത്ത നോക്ക്, സെയിൽസ് മാർക്കറ്റ് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, ഇതെല്ലാം തന്നെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട്, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളായിട്ട് വരും. ഇതൊക്കെ ലാർജ് ഇൻഡസ്ട്രി ആയിട്ടാണ് വരുന്നത്. ലാർജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കൂടുതൽ നോക്കി, ഇതെല്ലാം സർവീസ് മേഖലയിലാണ് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് സഹായിക്കുകയാണ്, അതൊന്നല്ല. പ്രധാന സ്കില്ലുകൾ അതാണ് ഗ്രാഫിക് ഡിസൈൻ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ടെക് ഡിസ്ട്രക്റ്റീവ് സ്കില്ല്, അഡ്വർടൈസിങ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി സ്കില്ല് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലിറ്ററസി. ഇതൊക്കെയാണ് നമുക്ക് സെയിൽസ് മാർക്കറ്റിംഗ്. പിന്നെ ഡേറ്റ ആൻഡ്, നമ്മളെപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, മെഷീൻ ലേണിംഗ് ആണ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 16%. കാരണം ബാക്കിയൊക്കെ നമുക്ക് മനുഷ്യന്റെ ഇടപെടൽ നല്ലപോലെ വേണം. ചിലരൊക്കെ സംശയമുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് വന്നാൽ നമ്മുടെ ജോലി പോവുക, കൂടത്തേ ഉള്ളൂ. കാരണം അതിനകത്ത് റോബോട്ട് മെക്കാനിക്ക് വേണം, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കറക്ഷൻ നടത്താൻ അങ്ങനെയുള്ളവരൊക്കെ ഹൈലി സ്കിൽഡ് ആൾക്കാർ വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഇതൊക്കെ ഇൻഡിവിജ്വലായിട്ട് സ്മാൾ സ്കെയിലായിട്ട് വരുവാണ്. ഡാറ്റ എഞ്ചിനീയർ, ബിഗ് ഡാറ്റ ഡെവലപ്പർ, അത് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട സാധനമാണ്. അവിടെ തൊഴിൽ കൂടുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ വരുമ്പോൾ ഉണ്ടാകും തൊഴിൽ കൂടുന്ന ഭാഗമാണ് ഈ പറയുന്നത്, അല്ല തൊഴിൽ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. അനാലിറ്റിക്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ കൺസൾട്ടന്റ്, വല്ല സ്കെയിലാണ്. ഇൻസൈറ്റ് അനാലിസിസ്, ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പർ, അനാലിറ്റിക്സ് കൺസൾട്ടന്റ്. എന്തൊക്കെ സ്കില്ല് വേണം? ഡാറ്റ സയൻസ്, ഡാറ്റ സ്റ്റോറേജ് ടെക്നോളജി, ഡെവലപ്മെന്റ് ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാനേജ്മെന്റ് കൺസൾട്ടിങ്, വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്കിൽ. അപ്പോൾ ഓരോ സ്പെഷ്യലൈസേഷനും ഓരോ സ്കില്ല് വേണം. ജനറൽ സ്കില്ല് കൂടാതെ എഞ്ചിനീയറിംഗ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 12% തൊഴിലുകൾ ഉണ്ടാവും. ഇത് ഈ വരുന്ന 2-3 വർഷത്തിന് അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എമർജിംഗ് ജോബ് എന്താണ്? സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൂടാണ്. ചിലപ്പോൾ സൈറ്റിൽ പോകാതെ തന്നെ ചെയ്യേണ്ടി വരും. പൈത്തൺ ഡെവലപ്പർ എഞ്ചിനീയർ, ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയറിംഗ്, ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, .NET എഞ്ചിനീയറിംഗ്, പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇത് സംബന്ധിച്ചതാണ് ഈ പറയുന്ന തൊഴിലുകൾ. അതിന് പ്രത്യേക സ്പെഷ്യലിസ്റ്റ് സ്കില്ല് ഏതൊക്കെയാന്ന് നോക്ക്. ഡെവലപ്മെന്റ് ടൂൾസ്, വെബ് ഡെവലപ്മെന്റ്, ഡാറ്റ സ്റ്റോറേജ് ടെക്നോളജി എന്ന് തുടങ്ങുന്ന സ്കില്ലുകളാണ്. അപ്പൊ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഈ പറയുന്ന 2-3 വർഷം കൊണ്ട് ഫുള്ളാകാൻ പോകുന്ന തൊഴിൽ മേഖലയും അതിന്റെ സ്കില്ലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീപ്പിൾസ്, ജനങ്ങളും സംസ്കാരവും അവിടെ എന്തൊക്കെ വരും? ഇൻഫർമേഷൻ ടെക്നോളജി, അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. സ്മാൾ സ്കിൽ. ഹ്യൂമൻ റിസോഴ്സ് പാർട്ണർ, അതുപോലെ തന്നെ ടാലന്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ്, ബിസിനസ് പാർട്ണർ, ഹ്യൂമൻ റിസോഴ്സ് ബിസിനസ് പാർട്ണർ. ഈ 3 ലാർജ് സ്കില്ലുമാണ്. ഇനി അതിന് വേണ്ട സ്കില്ല് നോക്ക്. റിക്രൂട്ടിംഗ്,
ശരിക്കും ശരിക്കും ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ല് വേണം. ചുമ്മാ ആരെയും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഒരു ഇന്റർവ്യൂ നടത്തി ഒരു ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് ചെയ്ത്, പക്ഷേ ജോലിക്ക് വന്നപ്പോൾ ഇങ്ങനെ പോരാ. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്, അത് പഠിച്ചിട്ടിരിക്കണം. അത് സൈക്കോളജിയൊക്കെ പ്രധാന ഘടകമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഹ്യൂമൻ, അതിനകത്ത് ന്യൂറോ സയൻസ്, ജെനറ്റിക്സ്, ഇതെല്ലാം റിപ്പോർട്ടിനകത്ത് വരുന്ന സാധനങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ്, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. അത് പീപ്പിൾ ആൻഡ് കൾച്ചർ. ഇനിയുള്ള എന്താണ് ഗ്രീൻ എക്കോണമി? എന്തൊക്കെയാണ് പറയും? ജോബ്, ദാറ്റ് ഈസ് വിൻഡ് ടർബൈൻ സർവീസ് ടെക്നീഷ്യൻസ്, മീഥെയിൻ ലാൻഡ്ഫിൽ ഗ്യാസ് ജനറേഷൻ. ഇതൊക്കെ കൃഷി മേഖലയും ലാൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനം. ഗ്രീൻ മാർക്കറ്റേഴ്സ്, ബയോഫ്യൂവൽസ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻസ്, സോളാർ എനർജി എന്ന് പറയുന്ന വാട്ടർ പ്രഷർ, ഇതെല്ലാം കൂടി അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വന്തമായി തന്നെ ചെറുകിട വ്യവസായമായിട്ടും ഇതാ ഒരെണ്ണേ ഉള്ളൂ, വാട്ടർ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയേഴ്സ്. അതേ ഉള്ളൂ ലാർജ് സ്കെയിലായിട്ട്. ബാക്കിയെല്ലാം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാവുന്നതാണ് ഗ്രീൻ എക്കോണമി. ഇത് 1.6% ഉള്ളൂ നമ്മൾ വരാൻ പോകുന്നത്. പക്ഷേ ഇതിനും അതിൻ്റെതായ സ്ഥാനം ഉണ്ടാവും. പോപ്പുലേഷൻ്റെ നേരത്തെ പറഞ്ഞ ടെക്നോളജിയുടെ വളർച്ച, ജനസംഖ്യയുടെ വളർച്ച, ഇതെല്ലാം തന്നെ തൊഴിൽ സാധ്യതയും വളർന്നുണ്ട്. സ്കില്ല്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വിൻഡ് ടർബൈൻ, ലാൻഡ്ഫിൽ ഗ്യാസ് കളക്ഷൻസ്, സോഷ്യൽ മീഡിയ, എക്യുപ്മെന്റ് ഇൻവെന്ററി എന്ന് പറയുന്ന 10 സ്കില്ലുകൾ, ടോപ്പ് 10 സ്കില്ലാണ് എല്ലാത്തിലും കാണിച്ചിരിക്കുന്നത്. അതെങ്കിൽ ഇനിയുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് വളരെ കുറച്ചാണ്. പ്രൊഡക്റ്റ് ഓണർ, ക്വാളിറ്റി അഷുറൻസ് ടെസ്റ്റർ, ഏജിൽ കോച്ച്, പ്രായമാകുന്ന ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റ് ഓണർ. ഓരോ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്കത് പേറ്റന്റ് റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിലാണ് അവർക്ക് അതിൻ്റെ വീതം വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റം. പ്രൊഡക്റ്റ് അനലിസ്റ്റ്, പറ്റി നമ്മുടെ സോഫ്റ്റ്വെയർ ആയാലും അതിനെ അനലൈസ് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യണം. പ്രൊഡക്റ്റ് അനലിസ്റ്റ് സാധനങ്ങളായാലും സേവനങ്ങളായാലും അതിൻ്റെ പ്രൊഡക്റ്റ് അനലൈസ് ചെയ്യുന്ന ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, ഈ സാധനം കൊള്ളാം അല്ലെങ്കിൽ സർവീസ് കൊള്ളാം എന്നൊക്കെ പറയുന്നത്. സ്ക്രം മാസ്റ്റർ, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാനേജർ, ഡെലിവറി ലീഡ്. ഇവിടുത്തെ സ്കില്ല് നോക്ക്: സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടൂൾസ്, പ്രൊജക്ട് മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് എന്ന് തുടങ്ങുന്ന സ്കില്ലാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ പുതിയ വരാൻ പോകുന്ന 1, 2, 3 വർഷത്തിനകത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് വേൾഡ് എക്കണോമിക് ഫോറം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് എന്തെല്ലാം തൊഴിൽ, ഒരു ചെറിയ നമുക്ക് ട്രാവൽ ചെയ്യണം, സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതിനകത്ത് എത്ര വിഭാഗം ഉണ്ടെന്ന് നോക്കി. ഒന്ന് ടെക്നോളജിക്കൽ, ഇതൊക്കെയാണ് സെൻട്രലൈസ്ഡ് ഡാറ്റ എക്സ്ചേഞ്ച്, കോഗ്നിറ്റീവ് ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡാറ്റ ആൻഡ് ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി, കണക്റ്റഡ് ആൻഡ് ഓട്ടോണോമസ് വെഹിക്കിൾസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരു വിഭാഗം. അടുത്ത വിഭാഗം എൻവയോൺമെന്റുമായിട്ട്, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട വിഭാഗം, ഇലക്ട്രിക് വെഹിക്കിള്, അതിനുള്ള ഗ്രീൻ ടെക്നോളജീസ്, സസ്റ്റൈനബിൾ ആൻഡ് ആൾട്ടർനേറ്റീവ് എനർജി, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് നാനോ ടെക്നോളജി. ഇതെല്ലാം പരിസ്ഥിതിയായി, ഇങ്ങനെയുള്ള വാഹനങ്ങൾ പരിസ്ഥിതിയായിട്ടുള്ള ബന്ധം. ഇവിടെ നോക്ക്, ഗവൺമെന്റ് റൂൾസുകളെ പറ്റി അറിയാം, അതിൻ്റെ അഡ്വൈസ് കൊടുക്കാൻ കൺസൾട്ടന്റ് എന്നൊക്കെ പറയുന്നില്ല. അതിന് സ്മാർട്ട് റെഗുലേഷൻ ആൻഡ് പോളിസി, അത് ഡിജിറ്റൽ വർക്ക് പ്ലേസ്, അനാലിസിസ് ആൻഡ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് ക്രൗഡ് സോഴ്സിംഗ് ആൻഡ് കസ്റ്റമർ സെൻസ്. ഇനി നോക്കാം അതിൻ്റെ എക്കണോമിക് പാർട്ട്: മോണിറ്റൈസേഷൻസ്, റിമോട്ട് കസ്റ്റമർ സെൻസിങ്, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഡെവലപ്മെന്റ്, ഓട്ടോമേറ്റഡ് ലാസ്റ്റ് മൈൽ ഡെലിവറി. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആമസോണൊക്കെ ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഭാഗം മാത്രമാണ്, സാധനങ്ങളിനകത്ത് വരുന്നേ ഇല്ല, ഓൺലി ട്രാൻസ്പോർട്ടേഷൻസ്. ഇനി സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യം, കസ്റ്റമർ സെൻട്രിക് ഡിജിറ്റൽ സർവീസ്, അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി, ഷെയറിംഗ് എക്കോണമി, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്. ചിലപ്പോൾ നമ്മുടെ കൊറോണ അങ്ങനത്തെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ അങ്ങനെ വീണ്ടും വരും. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ മാത്രം വരുന്ന വ്യത്യാസങ്ങളും അതിൻ്റെ സാധ്യതകളും തൊഴിലുകളും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം തൊഴിൽ, ടെക്നോളജി കൂടും തോറും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അങ്ങനെയൊക്കെ വരും തോറും തൊഴിൽ കൂടുന്നു, ഓരോന്നും വൈവിധ്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ മെഷീൻസ് നാളെ ഏറ്റെടുക്കും.
അതും അങ്ങനെയുണ്ട് ഒരു സാധ്യത. അപ്പൊ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടി വേണ്ടി വരും. ഇനി നോക്ക്, അടുത്ത 2025 ആകുമ്പോഴത്തേക്ക് 97 മില്യൺ തൊഴിലുകൾ ഉണ്ടാകുകയും 85 മില്യൺ ഇല്ലാതാകുകയും ചെയ്യും. ഇല്ലാതാകുന്നതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ആലോചിക്കും. ഡാറ്റ എൻട്രി ക്ലർക്കിനെ ആവശ്യമില്ല, ഡാറ്റ അനലിസ്റ്റിനെ മതി. അതാണ് പുതിയതായിട്ടുണ്ടാകുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് ഒരിക്കലും വേണ്ട. കാരണം ഇതൊക്കെ റോബോട്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യും. അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് ആൻഡ് പേറോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ക്രിപ്റ്റോ കറൻസിയും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കഴിയുമ്പോൾ തന്നെ അത് മർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് അങ്ങനെ പോകും, പ്രൊഡക്ഷൻ്റെ അക്കൗണ്ട്, കസ്റ്റമർ അക്കൗണ്ട്, എങ്ങനെ വെച്ചാൽ ഓരോ ക്ലിക്കിലും ഇതെല്ലാം കറക്റ്റായിട്ട് ഡേറ്റ കിട്ടും. ഇത് സെയിൽ ടാക്സിലും അതുപോലെ സർക്കാർ ടാക്സിലും ഒക്കെ തനിയെ വയ്ക്കുള്ളൂ. ആരും ഒന്നും ചെയ്യണ്ട. അങ്ങനെ കണക്കൂട്ടേണ്ട ഒരു പിന്നെ CA-ക്കാരിന്ന് കണക്കൂട്ടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് അവർ കണക്ക് കൂട്ടുന്നവിടാണ് മെഷീനകത്ത് അത് ലേൺ ചെയ്യാൻ അവർ പറഞ്ഞു കഴിയും ഇതെങ്ങനെ പ്രവർത്തിക്കണം. അപ്പൊ അതിന്റെ ഡേറ്റ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ജോലി കുറയുന്നു. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റേഴ്സ് വേണ്ട. ഓഡിറ്റിങ്ങിൽ ഇവിടെ വെച്ചാൽ ആരെന്ത് ട്രാൻസാക്ഷൻ പൈസയുടെ നടത്തിയാലും പ്രത്യേകിച്ച് ഡിജിറ്റൽ രീതിയിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കും. പിന്നെ അവിടെ പരിശോധിക്കാൻ ആൾ വേണ്ട. പിന്നെ അത് നോക്കാനായിട്ട് അതിന് ടെക്നിക്കൽ സിസ്റ്റം മാത്രം മതിയാവും. അസംബ്ലി ആൻഡ് ഫാക്ടറി വർക്കേഴ്സ്, ബിസിനസ് സർവീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജേഴ്സ്, പിന്നെ ക്ലയന്റ് ഇൻഫർമേഷൻ ആൻഡ് കസ്റ്റമർ സർവീസ് വർക്കേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അതൊക്കെ മാറുകയാണ്. അതൊക്കെ ഇത് നമ്മുടെ ആൽഗോരിതമിക് ട്രേഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. ജനറൽ ആൻഡ് ക്രിയേറ്റീവ് മാനേജേഴ്സ്, ഓപ്പറേഷൻ മാനേജേഴ്സ്, മെക്കാനിക്സ് ആൻഡ് മെഷീനറി റിപ്പയറേഴ്സ്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്യുന്ന റോബോട്ടുകളും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഇവൻസ് കാറൊക്കെ അങ്ങനെ ആയെന്ന് പറയുന്നത് കിട്ടും. എവിടെ വെച്ച് കയറി വന്നാലും അവിടുത്തെ സിഗ്നൽ നേരെ IoT-യിലേക്ക് വരും, IoT-യിൽ നിന്ന് സിഗ്നൽ തിരിച്ചു വരും, ഇവിടുത്തെ മെഷീൻ തന്നെ റിപ്പയർ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് അത് ഡാറ്റ അനലിറ്റിക് വന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് വേണം, ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റിന് വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി സ്പെഷ്യലിസ്റ്റിന് വേണം, പ്രോസസ് ഓട്ടോമേഷൻസ് സ്പെഷ്യലിസ്റ്റിന് വേണം, ബിസിനസ് ഡെവലപ്മെന്റ് പ്രൊഫഷണൽസിന് വേണം, ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ സ്പെഷ്യലിസ്റ്റ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സ്പെഷ്യലിസ്റ്റ്. ഇതൊക്കെയാണ് നാളത്തെ വേണ്ട തൊഴിലുകൾ. ആ തൊഴിലുകൾക്ക് വേണ്ടിയാണ് തയ്യാറാകുന്നത്. നമ്മുടെ പലത് ഇപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ തൊഴിലിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു. പകുതി ടീച്ചേഴ്സിന് ജോലി ഇല്ല പ്രൈവറ്റ് മേഖലയിൽ. മറ്റേ സർക്കാർ മേഖലയൊക്കെ പിരിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ട് അവരതിനകത്ത് നിലനിന്ന് പോകും. പക്ഷെ ആ വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റു തൊഴിൽ മേഖലയായാലും സെയിൽസിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കണ്ടില്ലേ എന്തെല്ലാം പുതിയ പുതിയ തൊഴിൽ വരുന്നു. ഈ തൊഴിലനുസരിച്ചുള്ള യോഗ്യതകളനുസരിച്ച് കോഴ്സുകൾ വളരെ പതുക്കെയാണ് കോഴ്സുകളുടെ വരവ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളിൽ ചേർന്ന് ഓപ്പൺ കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ സാധനവും അവിടെ കിട്ടും. ഇന്ത്യയിലും വിദേശത്തൊക്കെ തന്നെ ഫ്രീ ആയിട്ട് ഈ കോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിന് വരിക. അടുത്ത ഭാഗം നമ്മൾ പറയാൻ പോകുന്നത് എന്തിന് പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ദിസ് ഏരിയ വിൽ ക്രിയേറ്റ് ന്യൂ ജോബ്. ഏതെല്ലാം ഏരിയയാണ്? റോബോട്ട് മോണിറ്ററിംഗ് പ്രൊഫഷണൽസ് വരുന്നുണ്ട്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെയുള്ള ഓരോ മേഖലയും വീണ്ടും വരും. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പുതിയ മേഖലകളും പുതിയ തൊഴിൽ സാധ്യതകളും അതേപോലെ തന്നെ പുതിയ യോഗ്യതകൾ, ഓരോന്നിനും പറ്റിയ യോഗ്യതകൾ. നമ്മൾ ശരിയായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ തൊഴിലില്ലാത്ത പടകൾ എണ്ണം കൂടും. കാരണം ഇപ്പൊ ഗവൺമെന്റിനൊക്കെ റൂൾസ് ഉണ്ടാക്കുക എന്നല്ലാതെ നമുക്ക് പറ്റിയ മാറ്റങ്ങളനുസരിച്ച് അത് മാറും. പക്ഷെ ഗവൺമെന്റ് റൂൾസ് ഉണ്ടാക്കി വരുമ്പോഴും നമ്മളിങ്ങനെ സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുക, പഠിച്ചു തുടങ്ങുക. അടുത്ത നമുക്ക് വാട്ട്, ഹൗ, വൈ ഡു ഐ ലേൺ എന്ന് പറയുന്ന ഭാഗമാണ് 6ാം ഭാഗം. എന്ന് വെച്ചാൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തിനു പഠിക്കണം എന്നുള്ളതാണ്. താങ്ക് യു.